വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ക്രിസ്പി പൊട്ടാറ്റോ സ്നാക്സിൻ്റെ ഇതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂട് ചായൻ്റെ ഒക്കെ കൂടെ കറുമുറ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടാണ്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെറൈറ്റീസൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമായിരിക്കും. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഞാനിവിടെ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ എടുത്തത്. നിങ്ങളുടെ കയ്യിൽ വലിയ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ അതെടുത്തോ, അതാവും കുറച്ചും കൂടി നല്ലത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് പീൽ ചെയ്തെടുക്കണം. ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്താണ് കേട്ടോ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. ഞാനൊരു സ്ലൈസർ എടുത്തിട്ടുണ്ട്. ചെറിയ സ്ലൈസറാണ് കേട്ടോ. ചെറിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പം നമ്മളിങ്ങനെ സ്ലൈസ് ചെയ്യുന്നതിന് പകരം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമല്ലോ കത്തി വെച്ചിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഇത്ര തിന്നായിട്ട് വരില്ല, കുറച്ച് കട്ടിയിലേ വരാൻ. അന്നേരം നമ്മളെ റെസിപ്പി അത്ര പെർഫെക്റ്റ് ആയിട്ട് വരികയും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാൻ പറയുന്നത്. ഞാനിതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. ഇത് ഉരുളക്കിഴങ്ങിലുള്ള സ്റ്റാർച്ചൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ഞാനിത് തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ഇത് വാഷ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഇത് വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ചേർന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടി ഒന്ന് ഒട്ടിപ്പിടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഇത് തണുത്ത വെള്ളത്തിലിട്ടിട്ട് 2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നില്ലെങ്കിൽ 10 മിനിറ്റോളം ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പരുവത്തിലാണ് സ്ലൈസ് ചെയ്തെടുത്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോകുകയൊന്നും ചെയ്യില്ല. കുറച്ച് തിക്കായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നടുവിലൊക്കെ ഒന്ന് വിള്ളലൊക്കെ വരും. എന്നിട്ട് നമ്മളെ റെസിപ്പി അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഞാനിതൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുത്തത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഞാനൊരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ 2 സൈഡിലേക്കായിട്ട് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് കൊടുക്കണം. ഇത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ ഈ ഒരു ടൂത്ത് പിക്കിലേക്ക് 3 ഉരുളക്കിഴങ്ങാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 2 സൈഡിൽ പിടിക്കാനുള്ളൊരു പോർഷൻ ബാക്കി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. വലിയ ബാമ്പു സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. വളരെ ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മളിങ്ങനെ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് പൊട്ടാറ്റോൻ്റെ 2 അറ്റത്ത് തന്നെ തുടങ്ങണം. നടുവിലൊക്കെ ആണെങ്കിൽ അതിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടില്ല. നല്ല കേർവായിട്ട് വരണമെങ്കിൽ അറ്റത്ത് തന്നെ തുടങ്ങിയാൽ മതി. നമ്മുടെ കേളി പൊട്ടാറ്റോ ഇല്ലേ, അതിൻ്റെ വേറെ വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു റെസിപ്പിയെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ഒരു വട്ടെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഞാനിതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒരു ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണമെന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം. ഞാനൊരു ബൗളിലേക്ക് 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് തന്നെ 1/4 ടീസ്പൂണോളം ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ 1/2 ടീസ്പൂണോളം ക്യുമിൻ പൗഡറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതുണ്ടല്ലോ അതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചതാണ്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്താണ്, ക്രഷ് ചെയ്തതല്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം കേട്ടോ. 1/2 കപ്പ് അളവിൽ ഇനി മൈദയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ 250 ml കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ പകുതിയാണ്. പിന്നെ വേണ്ടത് 1/4 കപ്പ് അളവിൽ വെള്ളമാണ്. ചൂടുവെള്ളമൊന്നുമല്ല, നോർമൽ വെള്ളം തന്നെയാണ്. ഇനി അത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കുന്ന സമയത്ത് ആദ്യം തന്നെ എല്ലാ വെള്ളവും എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കട്ടയൊക്കെ പിടിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നോക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ ബാറ്റർ ആക്കിയത്. നല്ല പെർഫെക്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചാണ്, ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താണ്.
ഇനി നമ്മൾ ഷേപ്പ് ചെയ്ത് ഉരുളക്കിഴങ്ങൊക്കെ ബാറ്ററിലൊക്കെ ഡിപ്പ് ചെയ്ത് ഒന്ന് ക്രം കോട്ടൊക്കെ ചെയ്തിട്ട് എടുക്കണം. ഞാൻ ആദ്യം തന്നെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒന്ന് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. ആ ഒരു കേവായിട്ടിരിക്കുന്ന ഭാഗത്തൊക്കെ ബാറ്റർ എത്തുന്ന രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നമ്മൾ ബ്രെഡ് ക്രംസിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ക്രം കോട്ട് ചെയ്ത ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിൽ എക്സ്ട്രാ വരുന്ന ബ്രെഡ് ക്രംസൊക്കെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കണം, അല്ലെങ്കിൽ അതൊക്കെ ഓയിലിലേക്ക് പോവും ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയിൽ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമ്മൾ ബ്രെഡ് ക്രംസ് ഒന്നും കരിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ ആവുമല്ലോ, നമ്മൾ ആ ഒരു മൈദ കോട്ട് ചെയ്തതൊക്കെ. ആ സമയത്ത് ഫ്ലെയിം ഒന്ന് ഹൈയിലാക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചിട്ടൊന്നിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇതൊന്ന് റെഡി ആയിട്ട് വരും കേട്ടോ, ഫ്രൈ ആയിട്ട് വരും. ഇതിങ്ങനെ കൂടുതൽ കുക്കിംഗ് ടൈമൊന്നും ഇല്ല, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ല തിന്നായിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരും. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. കൂടുതൽ ഗോൾഡൻ കളർ ആകാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം വരും. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്ന എല്ലാ ഐറ്റംസും എങ്ങനെയാണ്, കൂടുതൽ അങ്ങ് ഗോൾഡൻ ആയി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു കയ്പ്പ് രസം വരും. പെട്ടെന്ന് തന്നെ ഇത് കോരി മാറ്റുന്നുണ്ട്. ഇതാ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പൊട്ടാറ്റോ ചിപ്സ് നല്ല ക്രിസ്പിയാണ് കേട്ടോ. നമ്മൾ പാത്രത്തിലേക്ക് ഇടുന്ന സമയത്ത് തന്നെ ഒരു സൗണ്ട് വരുന്നുണ്ട്, ഇനി നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു സൗണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് മയോണൈസും ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടുണ്ട്, കാണാനുള്ള ഒരു മുഞ്ചിന് വേണ്ടിയിട്ടാണ്. കിളി പൊട്ടാറ്റോയുടെ മേലൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. നമ്മൾക്കിതിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം, നമ്മളെ ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ മയോണൈസും കെച്ചപ്പൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ സർപ്രൈസ് ആവും ഇതൊക്കെ ഈവനിങ് കാണുമ്പോൾ. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ടും അറിയിക്കണം കേട്ടോ. പിന്നെ ഇൻഷാ അല്ലാഹ് ഇനിയൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സീ യു ഓൾ.